എൻഐഎ കോടതിയിലുണ്ടായ സുപ്രധാനമായ ഒരു ശിക്ഷാവിധിയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്തെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. പ്രതി 1,25,000 രൂപ പിഴയും എടുക്കണമെന്ന് കൊച്ചി എൻഐഎ കോടതി വിധിച്ചു. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി റിയാസ് അബൂബക്കറിനെതിരെ എൻഐഎ ചുമത്തിയ UAPA 38-ാം വകുപ്പ് പ്രകാരം 10 വർഷവും 39-ാം വകുപ്പ് പ്രകാരം 10 വർഷവും ഗൂഢാലോചനയ്ക്ക് 5 വർഷവുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയാകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, പ്രതിഭാഗം ഇന്നലത്തെ ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിനിടെ ഈ പ്രതിയുടെ പ്രായം പരിഗണിക്കണം, മറ്റ് സാമൂഹ്യ പശ്ചാത്തലമടക്കം പരിഗണിക്കണം, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ എൻഐഎ പരമാവധി ശിക്ഷ നൽകണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എൻഐഎയുടെ വാദം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള വിധിയാണോ ഇത്? തീർച്ചയായും എൻഐഎയുടെ വാദം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോടതി വിധി വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതിൽ ഈ 2 വകുപ്പുകൾ പ്രകാരം UAPA 38, 39 വകുപ്പുകൾ പ്രകാരം നൽകാവുന്ന ശിക്ഷ 12 വർഷവും 14 വർഷവുമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 120B പ്രകാരം 5 വർഷം, കുറ്റകരമായ ഗൂഢാലോചനയ്ക്ക് 5 വർഷം. ഈ 3 വകുപ്പുകൾ പ്രകാരമാണ്. ഈ 3 വകുപ്പുകൾ പ്രകാരം ചുമത്തിയ കുറ്റം നിലനിൽക്കുന്നതാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പരമാവധി ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു. 10 വർഷം വീതമാണ് UAPA നിയമം അനുസരിച്ചുകൊണ്ടുള്ള ശിക്ഷ വിധിച്ചത്, 20 വർഷം എന്നത്. അതോടൊപ്പം തന്നെ 120B അനുസരിച്ച് 5 വർഷത്തെ തടവ് വിധിച്ചിട്ടുണ്ട്. അങ്ങനെ 25 വർഷമാണ് തടവ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതാണ് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൽ 10 വർഷമാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് 10 വർഷത്തെ കഠിന തടവിനാണ് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1,25,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. 50,000 രൂപ വീതം UAPA നിയമപ്രകാരം 1 ലക്ഷം രൂപയും അതോടൊപ്പം 25,000 രൂപ ഈ 120B പ്രകാരം ചുമത്തിയ പിഴയുമാണ്. പിഴ ഒടുക്കിയിട്ടില്ലെങ്കിൽ അതിൽ ശിക്ഷാ കാലാവധി പിന്നെയും വർദ്ധിക്കും എന്നതാണ്. പക്ഷേ ഇന്നലെ പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടതുപോലെ ഈ കാലയളവ്, കാരണം 2019 ഇയാളെ പിടികൂടുന്നത്, ഇത്രയും നാളുമുള്ള വിചാരണ കാലയളവടക്കം ഇയാൾ ജയിലിലായിരുന്നു. ഇത് ശിക്ഷയായി കണ്ടുകൊണ്ട് ഇയാളെ വിടുതൽ ചെയ്യണമെന്നൊരു അപേക്ഷയായിരുന്നു മുന്നിൽ വെച്ചിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും നിരാകരിച്ചു. പകരം സാധാരണ രീതിയിലുള്ളതുപോലെ തന്നെ ഈ കാലയളവ് കൂടി കണക്കിലെടുക്കും. ശിക്ഷ ഈ വിചാരണ കാലയളവിൽ ഏതാണ്ട് 4 വർഷത്തിലധികം ഇയാൾ ജയിലിലായിരുന്നു, അതുകൂടി കണക്കിലെടുക്കും. അങ്ങനെ വരുമ്പോൾ 5 വർഷത്തോളം തുടർശിക്ഷ വീണ്ടും അനുഭവിച്ചതിന് ശേഷം ആണ് ഇയാൾക്ക് മോചിതനാകാൻ കഴിയുക. എന്തായാലും UAPA നിയമപ്രകാരം ചുമത്തിയ കുറ്റങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് തെളിഞ്ഞു. കുറഞ്ഞുപോയി എന്ന് പറയേണ്ടി വരുമോ? കാരണം നമുക്കറിയാം, ഇന്നലെ എൻഐഎ കോടതിയിൽ സ്വീകരിച്ച നിലപാട് ഇതായിരുന്നു. ഇയാളൊരു സമൂഹത്തിന് തന്നെ അപകടം വിതയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്, ഒരു ചിന്തകളായിരുന്നു ഈ റിയാസ് അബൂബക്കറിൻ്റേത്. കേരളത്തിലൊരു കൂട്ടക്കുരുതി തന്നെ, അതായത് ചാവേർ ആക്രമണം, ഒരു സ്ഫോടന പരമ്പര എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടക്കുരുതി തന്നെയാണ് ലക്ഷ്യമിട്ടത്. അത്രയും അപകടകരമായ രീതിയിൽ രാജ്യദ്രോഹ കുറ്റം തന്നെ നിലനിൽക്കുന്ന ഒരു ഗുരുതര സ്വഭാവമുള്ളൊരു കേസ്. ഈ കേസിൽ 10 വർഷം ശിക്ഷ, അതിൽ 5 ഇപ്പോൾ തന്നെ ഇയാൾ ഒരു 4.5 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. യാതൊരു കുറ്റബോധവും ഇയാൾ പ്രകടിപ്പിക്കുന്നില്ല. ഒരു രാജ്യദ്രോഹ്യ സ്വഭാവമുള്ള ഒരു കേസിൽ ഈ 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറഞ്ഞ ശിക്ഷയല്ലേ? ടോമതിൽ കോടതിയാണ് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ നിലപാടെടുത്തുകൊണ്ട് ശിക്ഷ വിധിക്കുന്നത്. കുറഞ്ഞോ കൂടിയോ എന്നതെല്ലാം തന്നെയും കോടതിക്ക് മുന്നിലേക്ക് എത്തിയ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി അതിൽ ശിക്ഷ വിധിക്കുക. മറ്റൊന്ന്, ഈ വ്യവസ്ഥകൾ, ഈ ശിക്ഷ വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷയാണ് കോടതിക്കും വിധിക്കാനായിട്ട് സാധിക്കുക. അതിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് മാത്രമേ അത് നടപ്പാക്കാനും കഴിയുകയുള്ളൂ. 10 വർഷം വീതം 2 വകുപ്പുകളിലും ശിക്ഷ വിധിക്കുന്നു. ഒപ്പം തന്നെയും ഗൂഢാലോചനയ്ക്ക് 5 വർഷം വീതം വിധിക്കുന്നു. നമ്മുടെ നിലവിലെ ഒരു സിസ്റ്റം അനുസരിച്ചുകൊണ്ട് ഇതിൽ പ്രത്യേകം അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന രീതിയിൽ തന്നെയാണ് പൊതുവെയും ഇത്തരം ശിക്ഷാവിധികളെല്ലാം തന്നെ ആ രീതിയിലേക്കാണ്, ഒരുമിച്ച് അനുഭവിക്കുക എന്ന രീതിയിലേക്കാണ് വരുന്നത്. അതനുസരിച്ചുകൊണ്ടാണ് കോടതി ഇതിൽ കൂടിയ ശിക്ഷ ഏത് എന്നത് സംബന്ധിച്ച് 10 വർഷം തടവ് അത് വിധിച്ചിരിക്കുന്നു. 10 വർഷം കഠിന തടവ് എന്ന് പറയുന്നത്. ഇതിൽ
വിചാരണ കാലയളവ്, ജയിലിൽ കഴിഞ്ഞുന്ന കാലയളവ് എല്ലാത്തിലും എന്ന പോലെ തന്നെ ഇതിലും പരിഗണിക്കപ്പെടും. അതിൽ ഈ 4 വർഷക്കാലം ജയിലിൽ അനുഭവിച്ചത്, ജയിലിൽ കഴിഞ്ഞത് തീർച്ചയായും അതിൽ തന്നെ കണക്കാക്കപ്പെടുകയും ചെയ്യും. പൊതുവിൽ ടോം ഉന്നയിച്ച പോലെ ഇത്തരമൊരു ചോദ്യം വരുന്നത് ഇയാൾ ചെയ്യാനിരുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു കാഠിന്യം അത് വളരെ വലുതായിരുന്നു എന്നതാണ് NIA കോടതിയിൽ സമർത്ഥിച്ചത്. കാരണം ഇയാൾ ബന്ധപ്പെട്ടിരുന്നത് സഫ്രാൻ ഹഷീം എന്ന് പറയുന്ന വളരെ ഭീകരനായ ഒരു കുറ്റവാളിയുമായിട്ടായിരുന്നു. കാരണം അയാളുടെ നേതൃത്വത്തിലായിരുന്നു ശ്രീലങ്കയിൽ കൂട്ടക്കുരുതി നടന്നത്. 253 പേരാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ഇയാളുമായും ഈ റിയാസ് അബൂബക്കർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴിയായിരുന്നു ബന്ധപ്പെട്ടിരുന്നത്. ഇതിൽ ശ്രീലങ്കയിൽ നടക്കുന്ന കൂട്ടക്കുരുതിക്ക് മുൻപാകെ ഇയാൾ പിടിയിലാവുകയായിരുന്നു, റിയാസ് പിടിയിലാവുകയായിരുന്നു. അപ്പോൾ NIAയുടെ ഒരു അന്വേഷണ മികവ് ഈ കാര്യത്തിൽ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ സ്ഫോടക വസ്തുക്കൾ അടക്കം വാങ്ങുക, അതിൽ ഏതെങ്കിലും രീതിയിൽ കൊച്ചിയിൽ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ചാവേർ സ്ഫോടനവും സ്ഫോടന പരമ്പരകളും എല്ലാം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു ഇത്. അതിൽ ശ്രീലങ്കയിൽ നടത്തിയ സ്ഫോടനത്തിന് സമാനമായ രീതിയിൽ തന്നെ ഇവിടെ എന്ന രീതിയിലായിരുന്നു ഇയാൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ അതിനു മുൻപായിട്ട് തന്നെ NIAക്ക് ഇയാളെ പിടികൂടാനായിട്ട് കഴിഞ്ഞിരുന്നു. അത് ISലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയ 14 പേരുടെ അന്വേഷണം സംബന്ധിച്ചുള്ള ആ ഒരു നീക്കത്തിനൊടുവിലാണ് ഇയാളെ റിയാസ് അബൂബക്കറിനെ അടക്കം പിടികൂടുന്നത്. ഒപ്പം ഇയാൾക്കൊപ്പം 2 പേർ കൂടി അന്ന് ആ പിടിയിലായിരുന്നു. കൊല്ലം സ്വദേശിയും കാസർഗോഡ് സ്വദേശിയും ഇയാൾക്കൊപ്പം തന്നെ പിടിയിലായിരുന്നു. മുഹമ്മദ് ഫൈസലും അതോടൊപ്പം തന്നെ അബൂബക്കർ സിദ്ദിഖും. ഈ 2 പേരും മാപ്പുസാക്ഷികളായി എന്നതാണ് ഈ കേസിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അവരിലൂടെയാണ് ഇയാൾ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്ഫോടനത്തിന്റെ, ഈ ഭീകര പ്രവർത്തനത്തിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാകുന്നത്. NIA അതിൽ സവിസ്തരം വിസ്തരിക്കുന്നുണ്ട്. കാരണം ഈ 2 പേരും പറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരകൾക്ക് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു. അത് കേട്ട തങ്ങൾക്ക് ഇത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഭീകര പ്രവർത്തനമാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് തങ്ങൾക്ക് അപ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. അതുമാത്രവുമല്ല, ഇയാളോടും പിന്മാറണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ അതിന് തയ്യാറാകാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നെല്ലാമാണ് NIAക്കടക്കം മൊഴി നൽകിയിരിക്കുന്നത്. ഇത് ഈ കേസിൽ വളരെ നിർണായകമായ മൊഴിയായിരുന്നു അത്. കാരണം ഇത്രത്തോളം രൂഢമൂലമായി ചിന്തിച്ചുകൊണ്ട് ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു കൊടും ഭീകരൻ എന്ന രീതിയിലേക്ക് ഇയാൾ ഈ റിയാസ് അബൂബക്കർ മാറിയിരിക്കുന്നുവെന്ന് NIA ഇതിലൂടെ തന്നെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രവുമല്ല, അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കുകയും പിന്നീട് അവിടെ കേന്ദ്രമാക്കുകയും ചെയ്ത അബ്ദുൾ റാഷിദുമായി ഇയാൾ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. ഇയാൾ അഫ്ഗാനിസ്ഥാനിലെത്തുകയും ഇവരെ കാണുകയും ചെയ്തു എന്നെല്ലാം തന്നെ NIAയുടെ റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഒരു നെറ്റ്വർക്കിനെ ശ്രമിക്കുന്നു എന്നതിന്റെ എല്ലാ ഉദാഹരണങ്ങളും എല്ലാ തെളിവുകളും NIAക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇയാളുടെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് NIAക്ക് അതിന് പ്രതിരോധം തീർക്കാനെല്ലാം തന്നെ സാധിച്ചിരുന്നു എന്നതാണ് NIA ഉദ്ധരിക്കുന്നത്. അർഹമായ ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നതാണ്. നിലവിലെ ഇയാൾക്ക് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. അതിന് ആനുപാതികമായ ശിക്ഷ വാങ്ങിയെടുക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ്. എന്തായാലും ഈ ഒരു നെറ്റ്വർക്ക് കേരളത്തിൽ ഉണ്ടാകാതെ തടയിടാനായിട്ട് കഴിയുകയും അത് തീർത്തും ഇല്ലാതാക്കാൻ, ആ പ്ലോട്ട് തന്നെ ഇല്ലാതാക്കാൻ NIAക്ക് കഴിയുകയും ചെയ്തു എന്നതാണ് ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ എടുത്ത് പറയേണ്ടിയിരിക്കുന്നത്. ടോം. ഡാനി, എന്തായാലും ഈ പ്രതിഭാഗം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ശിക്ഷയിൽ ഒരു ഇളവ് വേണമെന്ന്. അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കൊച്ചി NIA കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഭാഗം അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ അവരുടെ നീക്കങ്ങൾ സംബന്ധിച്ച് ഇതുവരെയും ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇന്നലെ ഇവർ ഉന്നയിച്ചിരുന്ന അവരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇത് പ്രായം കണക്കിലെടുക്കണം, ഒപ്പം തന്നെയും ഒരു സാമൂഹ്യ പശ്ചാത്തലം ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടും ഈ 5 വർഷം അയാൾ ശിക്ഷ അനുഭവിച്ചു എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം മറ്റൊരു ആക്ഷേപം കൂടി ഉയർത്തിയിരുന്നത് ഈ മാപ്പുസാക്ഷികളായവർ, അവരായിരുന്നു യഥാർത്ഥത്തിൽ ഈ കേസിന്റെ ഈ ഒരു പ്ലോട്ടിന്റെ പ്രധാന മസ്തിഷ്കം എന്ന് പറയുന്നത് അവരായിരുന്നു. ഇയാളായിരുന്നു റിയാസ് അബൂബക്കർ ഇതിൽ അറിയാതെ വന്നുപെട്ടതായിരുന്നു എന്ന വിചിത്രമായ ആക്ഷേപങ്ങളെല്ലാം തന്നെയുമായിരുന്നു ഇന്നലെ പ്രതിഭാഗം കോടതിയിൽ പറയുകയും ചെയ്തത്. പക്ഷേ അത് എങ്ങനെയും ഈ ശിക്ഷ ലഘൂകരിക്കുക, പുറത്തേക്ക് ഇയാളെ എത്തിക്കാനായിട്ട് സാധിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പൊതുവിലും കാണുന്നത്. കാരണം ഇതുവരെയും അത്തരം തെളിവുകളോ കാര്യങ്ങളോ ഒന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം റിയാസ് അബൂബക്കർ തന്നെയായിരുന്നു
ഈ കേസിലെ പ്രധാനമായ ഈ പ്രതി മറ്റാരിലേക്കും നിലവിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർക്ക് വലിയ രീതിയിലുള്ള ഇയാളുടെ ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നത് തന്നെയാണ്. അപ്പോൾ ഈ പ്രതിഭാഗത്തിന് കൂടുതൽ ഇയാളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പര്യാപ്തമായ രീതിയിലുള്ളതൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. കോടതിയിൽ ദുർബലമായിരുന്നു അവരുടെ വാദപ്രതിവാദങ്ങൾ. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ പരമാവധി ശിക്ഷ ഈ കേസിൽ ഉറപ്പു നൽകുന്നതിന് NIAക്ക് സാധിക്കുകയും ചെയ്തത്. മേൽക്കോടതികളിലേക്കുള്ള ഒരുപക്ഷെ നടപടികൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ ഘട്ടത്തിൽ അത് എങ്ങനെയെന്നും ഏത് രീതിയിലെന്നും ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ടോം, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.